ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ആകാംക്ഷ നിറഞ്ഞ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വമായി സ്വാഗതം. അങ്ങനെ വിജയശങ്കറിനെ സ്നേഹനിധിയായ മകൾ ചിന്നു വിളിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, കുഞ്ഞമ്മാവനും രുക്വാൻറ്റിയും തമ്മിൽ വളരെ നിസ്സാരമായിട്ടൊരു പിണക്കമുണ്ടായി. അതിനെ തുടർന്ന് രുക്വാൻറ്റി ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ അച്ഛൻ രുക്വാൻറ്റിയോട് സ്നേഹത്തോടെ സംസാരിച്ച് ഉടൻ തന്നെ കോംപ്രമൈസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് രുക്വാൻറ്റിയെ തിരികെ കൊണ്ടുവരണം. കൂടാതെ അച്ഛൻ എനിക്കൊരു പ്രോമിസ് പണ്ട് തന്നതാണ്, ഞാൻ എന്ത് ചോദിച്ചാലും അച്ഛൻ അത് സാധിച്ചു തരുമെന്ന്. അതുകൊണ്ട് എന്തായാലും അച്ഛൻ ഇതെനിക്ക് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് സാധിച്ചു തരണമെന്ന് ചിന്നു വളരെ വാശിയോടെയും നിഷ്കളങ്കതയോടുകൂടിയും വിജയശങ്കറിനോട് പറയുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ വിജയശങ്കർ ആണെങ്കിൽ ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുപോയ ഒരു അവസ്ഥയിലാണ്. കാരണം ചിന്നുവിന് പ്രോമിസ് കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞാൽ അവൾക്ക് തന്നോടുള്ള വിശ്വാസം ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ വിശ്വാസം പൂർണ്ണമായും പിടിച്ചു പറ്റാൻ പറ്റിയ ഒരു അപൂർവ അവസരമാണ് വീണ് കിട്ടിയത് എന്നറിഞ്ഞ് മകളെ സന്തോഷിപ്പിക്കാനായി വിജയശങ്കർ ചിന്നുവിനോട് ഉറപ്പോടെ പ്രോമിസ് കൊടുക്കുകയാണ്. ചിന്നുവിന്റെ ചോദ്യത്തിന് മറുപടിയായി ഞാൻ എന്തായാലും രുക്കുവിനെ അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് വിജയശങ്കർ പറയുന്നുണ്ട്. അങ്ങനെ മകൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി ബാംഗ്ലൂരിൽ നിന്ന് വിജയശങ്കർ ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തിയതും വഴക്കുണ്ടാക്കി പിരിഞ്ഞു വന്ന രുക്കുവിന്റെ കാര്യങ്ങൾ ചന്ദ്രയും സത്തനയും എല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രുക്കുവിനെ അടിച്ചുവെന്നും അവൾ അവിടെ സഹിക്കവയ്യാതെ അവിടെ നിന്ന് ഇറങ്ങി വന്നതാണെന്നുമൊക്കെ അവർ വിജയശങ്കറിനോട് പറയുന്നു. കൂടാതെ ഈ ഒരു പ്രശ്നവുമായി നമ്മൾ മുന്നോട്ട് പോകണം, ഈ അവസരം ഉപയോഗിച്ച് ഗാർഹിക പീഡനത്തിന് അമ്പാട്ട് വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കണം എന്നൊക്കെ ചന്ദ്ര വിജയശങ്കറിനോട് പറയുമ്പോൾ വിജയശങ്കർ ഇതെല്ലാം കേട്ടുകൊണ്ട് വളരെ ഗൗരവത്തോടെ അവരോട് പറയുന്നുണ്ട്, അമ്പാട്ട് വീട്ടുകാരല്ല, യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. വിജയശങ്കർ ഇങ്ങനെ പറയുമ്പോൾ അത്ഭുതത്തോടെ സത്യൻ ചോദിക്കുന്നുണ്ട്, അമ്പാട്ട് വീട്ടുകാർ ഇങ്ങനെ അപമാനിച്ചു വിട്ടപ്പോൾ നമ്മളാരും രുക്കുവിനെ സ്വീകരിക്കരുതായിരുന്നു എന്നാണോ ഏട്ടൻ യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നതെന്ന് സത്യൻ ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അവളിപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അവർക്കെതിരെ കരുക്കൾ നീക്കാനായി കഴിയില്ല. അച്ചു എന്തായാലും സ്ഥിരമായി ഇവിടെ വന്ന് താമസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് രുക്കു അവിടേക്ക് തന്നെ തിരിച്ചു പോകണം. എങ്കിലേ നമ്മുടെ പ്ലാനുകളെല്ലാം പൂർണ്ണമായും സക്സസ് ആവും. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം കൃത്യമായി നീങ്ങും എന്ന് വിജയശങ്കർ അവരെ തന്റെ തന്ത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ രുക്കു നാളെ തന്നെ അമ്പാട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും ചന്ദ്രൻ നിർബന്ധമായും അവളെ കൊണ്ടുവിടണമെന്നും വിജയശങ്കർ ഉത്തരവ് പോലെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്ദ്രയും രുക്കുവും കൂടെ അമ്പാട്ട് വീട്ടിലെത്തുകയാണ്. ഇനി ഒരിക്കലും അമ്പാട്ട് വീട്ടിലേക്ക് എത്താൻ വരില്ലെന്നാണ് രുക്കു അർച്ചനയോടും അച്ചുവിനോടും ദേഷ്യത്തോടെ പറഞ്ഞതെങ്കിലും വീണ്ടും അവരുടെ പ്ലാൻ നടപ്പാക്കാനായി നാണക്കേടുണ്ടായിട്ടും അപ്രതീക്ഷിതമായി വരേണ്ട അവസ്ഥയാണ് രുക്കുവിനിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അമ്പാട്ട് വീട്ടുമുറ്റത്തെത്തുന്ന ചന്ദ്രയും രുക്കുവും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വലിയ മടിയുണ്ടെങ്കിലും വേറെ വഴിയില്ലാത്തതിനാൽ മടിച്ച് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അവർ വണ്ടിയിൽ നിന്ന് മടിച്ചിറങ്ങുന്ന ആ സമയം അപ്പോഴേക്കും നമ്മുടെ അർച്ചന വരുന്നുണ്ട്. അർച്ചന എന്നിട്ട് രുക്കുവിനോട് സംശയത്തോട് ചോദിക്കുന്നു, ഞാനും അച്ചുവും കൂടെ നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ നിനക്ക് ഒട്ടും വരാൻ താല്പര്യമില്ലായിരുന്നല്ലോ രുക്കു, ഇപ്പോൾ പെട്ടെന്ന് ഇത് എന്ത് പറ്റി, എങ്ങനെയാണ് മനസ്സ് മാറിയത്? അപ്പൊ ചന്ദ്ര വളരെ വിനയത്തോടെയും മാന്യമായിട്ടും ഒക്കെ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ അതെല്ലാം മറന്നേക്കും അർച്ചന, അവൾക്കൊരു തെറ്റ് പറ്റിയതാണ്, അതവള് തിരുത്തിയെന്നും ചന്ദ്ര അർച്ചനയോട് പറയുകയാണ്. അങ്ങനെ അധികം മറുചോദ്യങ്ങൾ ചോദിക്കാതെ ചന്ദ്രയെയും രുക്കുവിനെയും സന്തോഷത്തോടെ അർച്ചന അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വീണ്ടും അവർ അകത്ത് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം ചന്ദ്രയും രുക്കുവും പുതിയ തന്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതെല്ലാം കേട്ട് അർച്ചന ആകെ വിശ്വാസം വരാതെ ഷോക്കായി നിൽക്കുന്നു. അർച്ചനയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ പ്രൊമോ വളരെ ആകാംക്ഷാഭരിതമായി അവസാനിക്കുന്നത്. അപ്പം നാളത്തെ കിടിലൻ എപ്പിസോഡുമായി നമുക്ക് തീർച്ചയായും കാണാം. ഗുഡ് നൈറ്റ്.